സിനിമ ന്യൂസും ബാക്കിയുള്ള എല്ലാവരും തന്നെ തീപ്പൊരിയായ മമത, ആഞ്ഞടിച്ച് മമത എന്തോ മാല മറിച്ചു എന്നും പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവരാണ് സത്യത്തിൽ ഇവിടെ പ്രൊപ്പഗണ്ട ക്രിയേറ്റ് ചെയ്യുന്ന മാധ്യമങ്ങൾ. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. എന്റെ പേരിൽ തെറ്റ് വന്നു, അതുകൊണ്ട് ഞാൻ SIR കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ദീദി ആണെങ്കിലും ദീദിക്കും വോട്ടവകാശം പോകുന്നല്ലാതെ വേറെ ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല നിയമപരമായി. SIR-നെതിരെ ഇത്രയധികം ബഹളം ഇവിടെ വെക്കുന്ന ആളുകൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? വോട്ടർ പട്ടികയിലെ പിഴവ് പരിഹരിക്കണ്ട എന്നാണോ? കോടതി മുറിയിൽ നടന്നത് ഇതാണെന്നിരിക്കെ വളച്ചൊടിച്ച് ഇവരെന്തോ വലിയ സംഗതി ചെയ്തു, വലുതായിട്ടുള്ള എന്തോ ഒരു അധർമ്മത്തിനെതിരെ ഇവർ പോരാടി എന്ന രീതിയിൽ പ്രോജക്ട് ചെയ്യുന്നത് ജനങ്ങളെ, നിങ്ങളെ വഞ്ചിക്കാനാണ്. പിണറായി വിജയൻ പറഞ്ഞിരുന്നല്ലോ പല കാര്യങ്ങളും കേരളത്തിൽ നടപ്പാക്കില്ല എന്ന്. നിങ്ങൾ കൊടുത്തില്ല SIR-ന്റെ പേപ്പർ? എല്ലാവരും കൊടുക്കും. ഇത് ഇന്ത്യയാണ്. ഇന്ത്യക്കകത്ത് ജീവിക്കുന്നവർ ഇന്ത്യയുടെ നിയമങ്ങൾ അനുസരിച്ച് ജീവിച്ചേ പറ്റൂ. അത് ഏത് ദീദി ആയാലും ഏത് പിണറായി വിജയനാണെങ്കിലും ശരിയല്ലേ? അപ്പൊ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ദീദിയുടെ ആഞ്ഞടിയെ കുറിച്ചാണ്. വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് എപ്പോഴത്തെയും പോലെ തന്നെ സാമ്പത്തിക പിന്തുണകളുടെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പബ്ലിക് ഒപ്പീനിയൻ ഇപ്പോൾ കടന്നു പോകുന്നത് വളരെ ശോചനീയമായിട്ടുള്ള ഒരു അവസ്ഥ കൂടിയാണ്. നമ്മുടെ വീഡിയോന് കോൺസ്റ്റന്റ് ആയിട്ട് റിപ്പോർട്ട് അടിച്ച് കുറെ ആൾക്കാർ വരുമാനം ഇല്ലാതാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഉള്ളത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പ്രേക്ഷകരോട് സംഭാവന ചോദിക്കുന്നത്. നിങ്ങൾ എന്റെ ചാനൽ കയറി നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിന്റെ റീച്ചൊക്കെ എത്രത്തോളം ഉണ്ട്, ആൾക്കാരിലേക്ക് എത്രത്തോളം നമ്മുടെ വീഡിയോ എത്തുന്നുണ്ടെന്നുള്ളത്. എത്താതിരിക്കാൻ മാക്സിമം ഒരുപാട് പേര് പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് എന്നാ പോട്ടെ ഇതിവിടെ നിർത്തിയേക്കാം എന്ന് വിചാരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ തുടർന്ന് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും വേണം. അത് ലൈക്ക് ആയാലും കമന്റ് ആയാലും ഷെയർ ആയാലും പിന്നെ പേയ്മെന്റ് അയച്ച് സഹായിക്കുന്നതാണെങ്കിലും ഏത് രീതിയിലായാലും നിങ്ങളുടെ സപ്പോർട്ട് വേണം എന്ന് തുടർന്ന് പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇനി സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറയുന്ന ആൾക്കാർ നിങ്ങൾ ഇപ്പൊ എന്താണോ ചെയ്യുന്നത് അത് തുടർന്ന് പോയിക്കോ, എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഓക്കെ, അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. നമ്മുടെ ദീദിയുടെ ആഞ്ഞടിയെ കുറിച്ചാണ് ഇന്നലെ മുഴുവൻ വാർത്തകൾ വന്നു കേട്ടോ. ഞാനിങ്ങനെ ന്യൂസ് ചാനൽ നോക്കിയപ്പോൾ ഞാൻ ഓർത്ത് എന്റെ ദൈവമേ, മമതാ ബാനർജി സുപ്രീം കോടതിയിൽ ചെന്ന് ഇത്ര വലുതായിട്ട് അങ്ങ് ആഞ്ഞടിച്ചു. ആ രീതിയിലാണ് വാർത്തകൾ. ഞാൻ 1-2 ന്യൂസിൽ വന്ന ആ ഇമേജസ് കാണിക്കാം. പോരാട്ടം ജനാധിപത്യം സംരക്ഷിക്കാൻ SIR-നെതിരായ ഹർജിയിൽ സുപ്രീം കോടതിയിൽ സ്വയം വാദിച്ച് മമതാ ബാനർജി. 45 വർഷങ്ങൾക്ക് ശേഷമാണ് മമതാ ബാനർജി അഭിഭാഷകയുടെ കുപ്പായമണിഞ്ഞത്. ഇത് റിപ്പോർട്ടർ ടിവിയുടെ 1ാമത്തെ വാർത്ത. ഇനി അതേ റിപ്പോർട്ടർ ടിവി തന്നെ അല്പസമയം കഴിഞ്ഞ് 2ാമതൊരു വാർത്തയും കൂടി അടിച്ചിട്ടുണ്ട്. 2003 ഇതിനു മുമ്പ് മമത അഭിഭാഷകയായി കോടതി മുറിയിൽ വാദം ഉന്നയിച്ചിട്ടുള്ളത്. 4.5 പതിറ്റാണ്ടിന് ശേഷം വക്കീൽ വേഷത്തിൽ മമത. SIR-നെതിരെ 20 മിനിറ്റ് വാദം. കോടതി മുറിയിൽ മമത എഫക്ട്. എന്താല്ലേ നമ്മൾ ഇപ്പൊ ഇത് കാണുമ്പോൾ, ഈ ഇമേജ് കാണുമ്പോൾ അല്ലെങ്കിൽ ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിത്രമുണ്ട്. നന്ദഗോപാൽ മാരാർ അതുപോലെ മമത അവിടെ ആഞ്ഞടിച്ചു എന്ന് പറയുന്നത്. ഈ ആഞ്ഞടി നിങ്ങൾക്ക് കാണണോ? ആ വീഡിയോ ഒന്നുണ്ടോ? Humble regards. May I tell you, sir, whatever they have pointed out, my opponent lawyers raised. Sir, that is not correct. That is not correct, sir. Madam Mamta, we have no doubt about the ability of Mr. Diwan. He is one of the best senior counsel you have chosen. Yes, let him with his permission. On your behalf. With his permission, sir. Only one thing, sir. Your point we have well taken. Sir, ദീദിയുടെ ആഞ്ഞടി കണ്ടല്ലോ. 5 മിനിറ്റ് സമയം ചോദിച്ച ദീദിക്ക് 10 മിനിറ്റ് കോടതി സമയം കൊടുത്തു എന്നാണ് പറയുന്നത്. എന്നിട്ടും ഇവരുടെ ബബ്ബ കോടതിക്ക് മനസ്സിലാവാത്തോണ്ട് കോടതി പറഞ്ഞു എന്റെ പൊന്നു മമത അങ്ങോട്ട് മാറിയിരി. എന്നിട്ട് നിങ്ങൾക്ക് ഒരു വക്കീലുണ്ടല്ലോ, രാജീവ് ധവാൻ എന്നു പേരുള്ള ഒരു വക്കീൽ, അയാൾ കാര്യം പറയട്ടെ, നിങ്ങൾ അങ്ങോട്ട് മാറിയിരി. ഇതാണ് കോടതിക്കുള്ളിൽ നടന്ന യാഥാർത്ഥ്യം. അതിനെയാണ് ഇവർ നന്ദഗോപാൽ മാരാർ ആഞ്ഞടിച്ചതുപോലെയൊക്കെ ദീദി അങ്ങ് അടിച്ചു എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത്. എന്താണ് ഇതിന്റെ ഇമ്പാക്ട്? ദീദി 45 വർഷത്തിന് ശേഷം ഈ കോട്ട് വിട്ട് ഈ സുപ്രീം കോടതിയിൽ പോയി പട്ടി ഷോ കാണിച്ചതിന്റെ എഫക്ട്, അതിന്റെ റിസൾട്ട് എന്താണ് ഉണ്ടായത്? ഇലക്ഷൻ കമ്മീഷന് നോട്ടീസ് അയച്ചു. അതാ ഞാൻ അടുത്ത ന്യൂസ് കാണിച്ചു തരാം. SIR മമതാ ബാനർജിയുടെ ഹർജിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് അയച്ച് സുപ്രീം കോടതി. 2 ദിവസത്തിനകം മറുപടി നൽകാൻ നിർദ്ദേശം. കണ്ടില്ലേ, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇപ്പൊ തൂക്കിക്കൊല്ലും. മനസ്സിലായില്ലേ? ഇതാണ് ദീദിയുടെ ആ ഒരു വാദം കൊണ്ടുണ്ടായ റിസൾട്ട്. സംഭവം കോടതി വ്യവഹാരങ്ങൾ അറിയുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. ഒരു ഹർജിയുമായിട്ട് കോടതിയിൽ ഒരു കക്ഷി ചെന്നു കഴിഞ്ഞാൽ എതിർഭാഗത്തിന് വക്കീൽ നോട്ടീസ് അയക്കുക എന്ന് പറയുന്ന ഒരു സംഗതി, ഹാജരാകാൻ നോട്ടീസ് അയക്കുക എന്ന് പറയുന്ന ഒരു സംഗതി കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ്. 2 ഭാഗവും വന്നാലല്ലേ കോടതിക്ക് ഈ കാര്യങ്ങളെ പറ്റി സംസാരിക്കാൻ പറ്റൂ. അതുകൊണ്ട് നോട്ടീസ് അയക്കും. ഇലക്ഷൻ കമ്മീഷൻ 2 ദിവസത്തിനകം ഹാജരാകണം, കേസ് 2 ദിവസത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇതിന് മമത 45 വർഷത്തിന് ശേഷം കോർട്ടിട്ട് കയറി ചെല്ലേണ്ട ആവശ്യമൊന്നുമില്ല. ഈ നോട്ടീസ് അയക്കാൻ ഒരു ജൂനിയർ വക്കീൽ മതി. അപ്പൊ എന്തിനാണ് ഈ പൊലിപ്പിക്കുന്നത്? എന്താണ് അവര് ഈ ഒരു കേസ് കൊണ്ട് ഉദ്ദേശിച്ച ഒരു സംഗതി? മമത ശരിക്കും പറഞ്ഞാൽ ജനാധിപത്യം നശിപ്പിക്കുന്നവർക്കെതിരെയുള്ള ഒരു വലിയ പോരാട്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ഒരുപാട് പേര് രംഗത്ത് വന്നു. ഒരുപാട് പേരുടെ പോസ്റ്റ് ഉണ്ട്. മുനവർ അലി തങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത് ഇവിടെ പിണറായി വിജയൻ എടുക്കാൻ മടിച്ച സ്റ്റെപ്പ് ദീദി എടുത്തു, നന്ദി ദീദി എന്നൊക്കെയാണ് എഴുതി വിട്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ എന്തോ വലിയൊരു ഒരു പോരാട്ടമാണ് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായത്? ED വന്ന് ഇവരുടെ ഈ പറയുന്ന കള്ളക്കളികൾ അടങ്ങിയ എല്ലാ ഫയലുകളും പൊക്കിക്കൊണ്ടുപോകാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയപ്പോൾ അവിടെ വന്ന് ഇതിലും വലിയൊരു ഷോ കാണിച്ച് അതെല്ലാം വലിച്ചു കുറച്ചുകൊണ്ട് പോയ വ്യക്തിയാണ് ഈ ദീദി.
എന്നിട്ട് ഇവര് ഈ ഇഡിക്കെതിരെ കേസുമായിട്ട് സുപ്രീം കോടതി പോയി. അന്ന് എന്താണ് സംഭവിച്ചത്? ഒരുപാട് ആൾക്കാർ ഈ ദീദിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത് ദീദി അന്ന് കാണിച്ച ധൈര്യം ഒരു മനുഷ്യനും കാണിച്ചിട്ടില്ല, അതാണ് അവരുടെ പവർ, ഉരുക്കു വനിത എന്നാണ്. ഈ ധൈര്യത്തിനെ സുപ്രീം കോടതി എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? നാണമില്ലേ ഫയലുകൾ മോഷ്ടിച്ചു കൊണ്ടുപോകാൻ? ഈ രീതിയിലാണോ നിങ്ങൾ ജനാധിപത്യപരമായി ഉത്തരവാദിത്ത സ്ഥാനത്തിരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ പെരുമാറേണ്ടത്? ED എന്ന് പറയുന്ന അന്വേഷണ ഏജൻസിക്ക് സംശയാസ്പദമായി എന്തെങ്കിലും കണ്ടാൽ അതെല്ലാം എടുത്തുകൊണ്ട് പോയി പരിശോധിക്കാനുള്ള എല്ലാ അധികാരങ്ങളും ഇന്ത്യയിൽ ഉണ്ടെന്നിരിക്കെ അവരിൽ നിന്നും അവര് സീസ് ചെയ്ത ഫയൽ പിടിച്ചു പറിച്ചുകൊണ്ട് പോകാൻ ആരാണ് നിങ്ങൾക്ക് അനുവാദം തന്നത് എന്നാണ് ചോദിച്ചത്. അത് അപ്പോഴത്തെ ഒരു ദേശത്തിന്റെ വികാരത്തിന്റെ പുറത്ത് വന്നതാണെന്നാണ് അന്നത്തെ ദീദിയുടെ വക്കീലായ കപിൽ സിബൽ വാദിച്ചത്. അപ്പോ കോടതി പറഞ്ഞത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വികാരം പറഞ്ഞാൽ അത്ര നല്ല കാര്യമൊന്നല്ല, അതൊന്നും പോഷിപ്പിക്കാൻ പറ്റില്ല എന്നാണ്. ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇവരെ ഉരുക്ക് വനിത എന്ന് വിശേഷിപ്പിക്കുന്നതിലെ ആ ഒരു കള്ളത്തരം ഉണ്ടല്ലോ, അതാണ് ജനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി. നമുക്കറിയാം SIR എന്ന് പറഞ്ഞ സംഗതി ഇന്ത്യയിൽ നടപ്പിലാക്കുന്നു എന്ന് വന്നപ്പോൾ പല സംസ്ഥാനങ്ങളിൽ ഇത് സുപ്രീം കോടതി കേസ് പോയതാ. എന്താ സംഭവിച്ചത്? സുപ്രീം കോടതി ഉടനെ അങ്ങ് SIR നിർത്തിവെച്ചോ. SIR വേണ്ട കേട്ടോ, SIR കൊണ്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കും, അതുകൊണ്ട് SIR ഒന്നും വേണ്ട എന്നാണോ പറഞ്ഞത്? അങ്ങനെ പറയാൻ ഏതെങ്കിലും കോടതിക്ക് സാധിക്കുമോ? വിവരമുള്ള ഏതെങ്കിലും കോടതി അത് ചെയ്യുമോ? ഈ മമതാ ബാനർജി അടക്കമുള്ള ഒരു സഖ്യമാണല്ലോ ഇന്ത്യ സഖ്യം, ഇന്ത്യ അലയൻസ്. ഇവരാണ് പറയുന്നത് ഇന്ത്യ എന്ന്, ഇന്ത്യ അലയൻസ് ആണ് സത്യത്തിലുള്ളത്. ആ അലയൻസ് എന്താണ് ഇത്രയും നാളും പറഞ്ഞുകൊണ്ട് നടന്നത്? ഇവരൊന്നും പറഞ്ഞില്ല. പക്ഷെ ആ അലയൻസിന്റെ തലപ്പത്തിരിക്കുന്ന LOP പറഞ്ഞത് മുഴുവൻ ഇവിടെ വോട്ട് ചോരിയാണ്. വോട്ട് ചോരി എന്ന് പറഞ്ഞുകൊണ്ട് എവിഡൻസ് എന്താ കാണിച്ചത്? വോട്ടർ പട്ടിക മുഴുവനായും താറുമാറായി കിടക്കുന്നു. പലരുടെയും അഡ്രസ് ഇല്ല, പലരുടെയും പേര് കറക്റ്റ് അല്ല, പലരും വോട്ട് ചെയ്യുന്ന സ്ഥലം കറക്റ്റ് അല്ല, പലരുടെയും ഫോട്ടോ കറക്റ്റ് അല്ല. അപ്പൊ ഇതൊക്കെ എങ്ങനെയാ മാറ്റണ്ടേ? BJPനെ അധികാരത്തിൽ നിന്ന് മാറ്റിയാലാണോ ഇതൊക്കെ മാറുന്നത്? ഇലക്ഷൻ കമ്മീഷന്റെ അധീനതയിലിരിക്കുന്ന ലിസ്റ്റ് ഈ പിഴവുകളെല്ലാം മാറ്റി പുനർക്രമീകരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയാണ് SIR എന്നിരിക്കെ ഈ ലിസ്റ്റ് പ്രശ്നമാണ്, ഈ പറയുന്ന പിഴവുകളൊക്കെ പ്രശ്നമാണ് എന്ന് പറയുന്ന വ്യക്തികൾ എന്തിനാണ് SIRനെ എതിർക്കുന്നത്? സുപ്രീം കോടതിയും ചോദിക്കുന്നത് ഇത് തന്നെയാണ്. ഇപ്പൊ ഈ പറയുന്ന പ്രാദേശികമായിട്ട് ഇപ്പൊ കേരളത്തിൽ SIR നടപ്പിലാക്കണമെങ്കിൽ ഇവിടെ BLOമാരായിട്ട് വർക്ക് ചെയ്യുന്നത് കേരളത്തിലെ ഉദ്യോഗസ്ഥരാണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് ആ ഉദ്യോഗസ്ഥരെ വിട്ടുകൊടുത്തേ മതിയാവൂ. എല്ലാ ഇലക്ഷൻ കമ്മീഷനിലും 2 വോട്ടേഴ്സ് ലിസ്റ്റ് ആണ് നമുക്കുള്ളത്. 2 വോട്ടേഴ്സ് ലിസ്റ്റും വർക്ക് ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ്. എല്ലാ സംസ്ഥാനങ്ങളും ഇങ്ങനെ വർക്ക് ചെയ്യുന്നിരിക്കെ ദീദിക്ക് മാത്രം എന്താണ് പ്രത്യേകത? എന്ത് പ്രത്യേകത? അവര് പറഞ്ഞത് SIR ഞാൻ പൂരിപ്പിച്ചു കൊടുക്കുകയല്ല, എന്റെ ഉദ്യോഗസ്ഥരെ ഞാൻ വിട്ടും കൊടുക്കുകയല്ല എന്നാണ്. ഇത് ജനാധിപത്യപരമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇന്ത്യയിൽ മുഴുവനായും 27 സംസ്ഥാനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് 2002 അവസാനമായിട്ട് ഈ വോട്ടർ പട്ടിക ഒന്ന് പരിഷ്കരിച്ചത്. അതിനുശേഷം എത്ര ആളുകൾ മരിച്ചുപോയി, എത്ര പേർക്ക് പ്രായപൂർത്തിയായി, എത്ര പുതിയ ജനനങ്ങളുണ്ടായി, ഇതൊന്നും അപ്ഡേറ്റ് ചെയ്യേണ്ടതാണോ നിങ്ങൾ പറയുന്നത്? ഇതെല്ലാം കൃത്യമാണ്. എത്ര ആളുകൾ ഇവിടുന്ന് മാറിപ്പോയി, എത്ര ആളുകൾ തിരിച്ചു വരാത്ത രീതിയിൽ ഈ പറയുന്ന പോലെ യൂറോപ്പിലേക്ക് അമേരിക്കയിലേക്കൊക്കെ പോയേക്കുന്ന ആൾക്കാർ വോട്ട് ചെയ്യാൻ വേണ്ടിയൊന്നും വരില്ല, അതൊക്കെ ഗൾഫിൽ കിടക്കുന്നവര് 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപയൊക്കെ ടിക്കറ്റിന് മുടക്കിയിട്ട് വോട്ട് ചെയ്യാൻ ഇന്ത്യയിലേക്ക് വരും എന്നാണോ നിങ്ങൾ പറയുന്നത്? അപ്പൊ ഇതൊക്കെ ക്രമീകരിക്കണ്ടേ? ഇതൊക്കെ ക്രമീകരിക്കുമ്പോൾ അതൊക്കെ ഉദ്യോഗസ്ഥർക്ക് പ്രശ്നമാണ്, ഉദ്യോഗസ്ഥർ മരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഇവിടെ നിന്ന് പിരിച്ചുവിടേണ്ടി വരും. ആദ്യമായിട്ട് ഈ കേരളത്തിലിരിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയുക, കേരള പോലീസിൽ എത്ര ആത്മഹത്യകൾ ഉണ്ടായെന്ന് നിങ്ങൾക്ക് അറിയാമോ? വർക്ക് പ്രഷർ കൊണ്ട് മാത്രം. നിങ്ങൾക്കറിയാമല്ലോ, ആവശ്യത്തിനുള്ള പോലീസുകാർ ഇവിടെ ഇല്ല. ഉള്ള പോലീസുകാരെ കൊണ്ട് ഓവർ ടൈം ഡ്യൂട്ടി എടുപ്പിച്ച് പട്ടിപ്പണി അവരെ കൊണ്ട് എടുപ്പിക്കുന്നത്. തീരെ പറ്റാതെ ഒരുപാട് പേര് ഇവിടെ ആത്മഹത്യ ചെയ്തു. എത്ര പേരുടെ പേര് നിങ്ങൾക്കറിയാം? എണ്ണമെങ്കിലും മിനിമം നിങ്ങൾക്കറിയാമോ? അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന അതേ തത്വം വെച്ചിട്ട് കേരള പോലീസിനെ പിരിച്ചുവിടാൻ നിങ്ങൾ പറയോ? അതോ അത് ശരിയാക്കണമെന്ന് നിങ്ങൾ പറയോ? ശരിയാക്കുകയല്ലേ വേണ്ടത്? SIR ഇവിടെ വേണ്ടത് തന്നെയല്ലേ? ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന എല്ലാ പിഴവുകളും പരിഹരിച്ചുകൊണ്ട് നല്ല ഒരു വോട്ടർ പട്ടിക ഇവിടെ വരണ്ടേ? ഇവിടെ എന്താ ഇലക്ഷൻ പ്രോപ്പറായിട്ട് നടക്കണ്ടേ? ഇലക്ഷൻ നടക്കണ്ടെന്നാണെങ്കിൽ ആർക്കാണ് അതുകൊണ്ട് ബെനിഫിറ്റ് ഉള്ളത്? ദീദി ഞടിക്കുന്നത് മുഴുവൻ ബംഗ്ലാദേശികൾക്ക് വേണ്ടിയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇവരുടെ അധീനതയിൽ ഇവരെ ഇത്രയും നാളും വിജയിപ്പിച്ചുകൊണ്ടിരുന്ന കുറെ ബംഗ്ലാദേശികൾ SIR വന്നതോടുകൂടിയും പുതുക്കിയ വിദേശകാര്യ നിയമം വന്നതോടുകൂടിയും കൂടും കൊടുക്കുകയും എടുത്ത് ഒഴിഞ്ഞുപോയി. ഒരു കോളനി തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതായി. ഇവർക്ക് ഉറപ്പായി വെസ്റ്റ് ബംഗാളിൽ ആൾക്കാർ വോട്ട് ചെയ്യുവാണെങ്കിൽ ഞാൻ എന്തായാലും ജയിക്കാൻ പോകുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഈ കോടതി കടന്ന് കാണിക്കുന്ന ബബ്ബ ഷോ തന്നെയാണ് ഇവർ ഫുൾ ടൈം കാണിക്കുന്നത്. ഇവർക്ക് ആരോടും റെസ്പെക്ട് ഇല്ല, ഒരു മനുഷ്യനോടും യാതൊരു രീതിയിലുള്ള മനുഷ്യ സഹജമായ യാതൊരു വികാരങ്ങളും ഇല്ല. ഇങ്ങനൊരു വ്യക്തി ഭരിക്കുമ്പോൾ എങ്ങനെയാണ് ബംഗാൾ ഇരിക്കേണ്ടതെന്നാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്കറിയാലോ, ഇവിടെ വന്നിട്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടിയതിന് എറണാകുളത്ത് വന്നിട്ട് രാഹുൽ ഗാന്ധി ഒരു പ്രോഗ്രാം ഉണ്ടാക്കി. എന്നിട്ട് പറഞ്ഞു സദസ്സിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാൻ. ക്വസ്റ്റ്യൻ ചോദിച്ചത് ഒരു ബംഗാളിയാണ്. അദ്ദേഹം ചോദിച്ചത് കുറെ നാളായല്ലോ നിങ്ങൾ എല്ലായിടത്തും ഭരിച്ചു നടക്കുന്നത്, എന്നിട്ട് ബംഗാൾ ഇപ്പോഴും എന്താ അങ്ങനെ ഇരിക്കുന്നതെന്ന്. ഉടനെ ചിരിച്ചുകൊണ്ട് തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ, അല്ലാത്ത ഒന്നും ചോദിക്കണ്ട. എന്താ ബംഗാൾ ഭരിക്കുന്ന മമതാ ബാനർജിയെ കൊണ്ട് കൊള്ളില്ലാത്തതാണെന്ന് രാഹുൽ ഗാന്ധിക്ക് പറയാൻ നാവില്ലാത്തത്? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതേ അടക്കുന്നതിന്റെ ഇന്ത്യ സഖ്യം എന്ന് പറയും അവരത്ര അഹങ്കാരിയാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. വോട്ട് കിട്ടാൻ ഇങ്ങനത്തെ ആളുകളുമായിട്ട് കൂട്ടുപിടിച്ച് നിന്നിട്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ വരെ കുംഭമേള എന്ന് പറയുന്ന ഒരു സംഗതി മലപ്പുറത്ത് നടന്നത് 5 ലക്ഷം പേരോളം വന്ന് വളരെ നീറ്റായിട്ട് ആ പരിപാടി തീർത്തിട്ട് പോയൊരു സംഗതി ഇവിടുത്തെ മാധ്യമങ്ങൾ അറിഞ്ഞിട്ടില്ല. പകരം മമത ഞടിച്ചതാണ് ഇവർ അറിഞ്ഞിരിക്കുന്നത്. ഞാൻ ഇനിയും കാണിച്ചു തരാം വാർത്ത. ഇത് മാതൃഭൂമി ന്യൂസ്. തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഞടിച്ച് മമത. സുപ്രീം കോടതിയിൽ നേരിട്ട് വാദിച്ച് ബംഗാൾ മുഖ്യമന്ത്രി.
നേരിട്ടുള്ള വാദം നിങ്ങൾ കണ്ടല്ലോ. അതാണ് സാർ 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 എന്റെ പൊന്നമ്മച്ചി ഒന്നും മിണ്ടാതിരിക്കും എന്ന് പറഞ്ഞു. ഇതാണ് അവരുടെ ആഞ്ഞടി. അടി ആർക്കിട്ടാ കിട്ടിയെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തെ ഒരെണ്ണം കാണിക്കാം. 2.25 മണിക്കൂർ കാത്തിരിപ്പ്, 20 മിനിറ്റ് വാദം, 23 വർഷത്തിന് ശേഷം കോടതി മുറിയിൽ കത്തിക്കയറി മമത. കത്തിക്കയറി കത്തിക്കയറി കണ്ടില്ലേ? ആ വീഡിയോ ഒന്നും കൂടി കണ്ടോ. My lordship, with my humble regards, may I tell you, sir, Whatever they have pointed out my and my- opponent lawyers raised that. Sir, that is not correct. That is not correct, sir. Madam Mamta, we have no doubt about the ability of Mr. Diwan. He is one of the best senior counsel you have chosen. Yes, let him with his permission. on your behalf. With his permission, sir. Only one thing, sir. Your point we have well taken. Sir, ഇനി മനോരമ ന്യൂസും ബാക്കിയുള്ള എല്ലാവരും തന്നെ തീപ്പൊരിയായ മമത, ആഞ്ഞടിച്ച് മമത എന്തോ മാല മറിച്ചു എന്നും പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവരാണ് സത്യത്തിൽ ഇവിടെ പ്രൊപ്പഗണ്ട ക്രിയേറ്റ് ചെയ്യുന്ന മാധ്യമങ്ങൾ. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. SIR-നെതിരെ ഇത്രയധികം ബഹളം ഇവിടെ വെക്കുന്ന ആളുകൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? വോട്ടർ പട്ടികയിലെ പിഴവ് പരിഹരിക്കണ്ട എന്നാണോ? ഈ വോട്ടർ പട്ടികയിൽ ഇവർ പറയുന്ന SIR കൊണ്ടുവന്നതിലൂടെ ഇലക്ഷൻ കമ്മീഷനും BJP ഒത്തു കളിച്ചിട്ട് എന്ത് പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത്? ചിലരുടെയൊക്കെ ഇനിഷ്യൽ തെറ്റാ, ചിലരുടെയൊക്കെ പേര് തെറ്റാ, ചിലരുടെ ഒന്നും പേരുകൾ ലിസ്റ്റിൽ വന്നിട്ടില്ല. അതുകൊണ്ട് എന്താ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കയറിവിരി ശാസ്ത്രജ്ഞൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്റെ പേര് തെറ്റായിരുന്നു, എന്നിട്ട് BLO വന്ന് വീട്ടിൽ വന്ന് എനിക്കത് ശരിയാക്കി തന്നു. ഞാനും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകേണ്ടി വന്നു. ഈ ഞാനും എന്ന് പറഞ്ഞത് മനസ്സിലായില്ല. ഈ ഇന്ത്യ മഹാരാജ്യത്ത് വോട്ട് ചെയ്യാനുള്ള അവകാശം ഈ പറയുന്ന കയറുപിരി ശാസ്ത്രജ്ഞനും അതുപോലെ എനിക്കും ഒക്കെ ഒരേപോലത്തെ കാര്യം തന്നെയാണ്. പേരിൽ തെറ്റുണ്ടെങ്കിലോ അഡ്രസ്സിൽ തെറ്റുണ്ടെങ്കിലോ ഇതൊക്കെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാന്ന് പറയുന്നത് ഓരോ വ്യക്തികളുടെയും കൂടെ കഴിവാണ്. അതിനെയാണ് നമ്മൾ പൗരധർമ്മം എന്ന് പറയുന്നത്. എന്റെ പേരിൽ തെറ്റ് വന്നു, അതുകൊണ്ട് ഞാൻ SIR കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ദീദിയാണെങ്കിലും ദീദിക്കും വോട്ടവകാശം പോകുന്നല്ലാതെ വേറെ ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല നിയമപരമായിട്ട്. കോടതി മുറിയിൽ നടന്നത് ഇതാണെന്നിരിക്കെ വളച്ചൊടിച്ച് ഇവരെന്തോ വലിയ സംഗതി ചെയ്തു, വലുതായിട്ടുള്ള എന്തോ ഒരു അധർമ്മത്തിനെതിരെ ഇവർ പോരാടി എന്ന രീതിയിൽ പ്രോജക്റ്റ് ചെയ്യുന്നത് നിങ്ങളെ വഞ്ചിക്കാനാണ്. എന്താണ് ജനാധിപത്യം? ജനങ്ങൾക്ക് അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഭരണാധികാരിയെ വോട്ടിട്ട് ജയിപ്പിക്കാൻ ഒരു അവസരം നൽകുന്നതാണ് സത്യത്തിൽ ജനാധിപത്യം. അതല്ലേ ജനാധിപത്യം? എത്ര കാലമായി മമത അവിടെ കയറിയിരുന്ന് ഭരിക്കുന്നു. ഇതുപോലൊരു ഏകാധിപതി ജനാധിപത്യത്തെ പറ്റി സംസാരിക്കുന്നത് തന്നെ എന്ത് നാണക്കേടാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. വെസ്റ്റ് ബംഗാളിലെ ജനങ്ങൾ ഇപ്പോൾ ഈ പറയുന്ന പുതുക്കിയ വോട്ടർ പട്ടികയിലുള്ള ജനങ്ങൾ വോട്ട് ചെയ്താൽ ഇവർ ജയിക്കില്ലെന്ന് ഇവർക്ക് 100% ഉറപ്പുള്ളത് എന്തുകൊണ്ടായിരിക്കും? ആർക്കു വേണ്ടിയാണ് ഇവർ കരയുന്നത്? ഇവിടെ ഒരു ബംഗ്ലാദേശി വന്ന് വീട് വെച്ചാൽ എന്താ എന്ന് പറയുന്ന കുറെ ഇടതുപക്ഷക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് ലഭിക്കേണ്ട എല്ലാ ആനുകൂല്യങ്ങളും, നിങ്ങൾ ടാക്സ് അടയ്ക്കുന്ന എല്ലാ ക്യാഷും അങ്ങോട്ട് പോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലെന്നാണോ പറയുന്നത്? അതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ കൂടി ചെയ്യാനുണ്ട്. അപ്പൊ ഇത് മനസ്സിലാക്കിക്കൊള്ളുക. മമതയുടെ ആഞ്ഞടി എന്നൊക്കെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോ ഇലക്ഷൻ കമ്മീഷൻ അവിടെ വന്നാലും കൂടുതലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. SIR നിർത്തിവെക്കുക എന്നൊരു സംഭവം നടക്കില്ല. ഒരു കോടതിക്കും അത് ചെയ്യാൻ പറ്റില്ല. SIR അങ്ങനെ ബംഗാളിൽ മാത്രമായിട്ട് നിർത്തിവെക്കുക എന്ന് പറയുന്നത് നടക്കില്ലെന്നേ. നിങ്ങളുടെ കോമൺ സെൻസ് വെച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. പിണറായി വിജയൻ പറഞ്ഞിരുന്നല്ലോ പല കാര്യങ്ങളും കേരളത്തിൽ നടപ്പാക്കില്ല എന്ന്. നിങ്ങൾ കൊടുത്തില്ല SIR-ന്റെ പേപ്പർ? എല്ലാവരും കൊടുക്കും. ഇത് ഇന്ത്യയാണ്. ഇന്ത്യക്കകത്ത് ജീവിക്കുന്നവർ ഇന്ത്യയുടെ നിയമങ്ങൾ അനുസരിച്ച് ജീവിച്ചേ പറ്റൂ. അത് ഏത് ദീദി ആയാലും ഏത് പിണറായി വിജയനാണെങ്കിലും ശരിയല്ലേ? തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.